Watch India's largest kids library only on Jio Hotstar. Download the app now. കൊള്ളാം, നല്ല ജോക്ക്, നല്ല ജോക്ക്. വാ, ബെസ്റ്റ് ഫ്രണ്ട് കോമ്പറ്റീഷന് പേര് കൊടുത്തിട്ട് വന്നേക്കാം. നിക്ക് പത്ലു, ഞാൻ ഈ ജോക്ക് കൂടി ഒന്ന് വായിക്കട്ടെ. എന്തൊരു ഫണ്ണി ജോക്കാണെന്ന് അറിയോ? എനിക്കറിയില്ല നിനക്ക് മാത്രം എവിടുന്ന് എത്രയും കൂട്ടുകാരെ കിട്ടുന്നെന്ന്. നിനക്ക് എത്ര കൂട്ടുകാരാ? നിന്റെ മൊബൈലിൽ എപ്പോ നോക്കിയാലും മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും. എനിക്കും ആരും അയക്കില്ല. ഓ, പത്ലുവിനാകെ വിഷമമായല്ലോ. എങ്ങനെ വിഷമിക്കാതിരിക്കും? അവന് കൂട്ടുകാരായിട്ട് ആരും ഇല്ലല്ലോ. ആരും തന്നെ ഇല്ല. ഞാൻ വേണം അവനെ സന്തോഷിപ്പിക്കാൻ. പക്ഷെ എങ്ങനെ? അവന്റെ ആരാധകനായിട്ട് അവന് തന്നെ ഒരു കത്തെഴുതിയാലോ? അല്ല മോട്ടു, നീ ആർക്കാ ഈ കത്ത് എഴുതുന്നത്? അത് ഞാൻ എനിക്ക് വേണ്ടി എഴുതുന്നതാണ്. എന്ത്, സ്വയം എഴുതുന്നതോ? ഇവൻ എന്തോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. ഏതെങ്കിലും കൂട്ടുകാരൻ എഴുതുന്നതാവും. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഞാൻ നിങ്ങളുടെ ഒരു കട്ട ഫാനാണ്. എന്റെ ഒരു ആഗ്രഹം, നിങ്ങൾ ഒരു ദിവസം എന്റെ കൂടെ എന്റെ വീട്ടിൽ വന്ന് താമസിക്കണം. നിങ്ങളുടെ പൊട്ടിപ്പൊളിഞ്ഞ വീടൊക്കെ കള, നിങ്ങളുടെ കോഞ്ഞാട്ട കൂട്ടുകാരനെയും കള. ഇവിടെ എന്റെ വീട്ടിൽ നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നതാണ്. നിങ്ങളുടെ മാത്രം സ്വന്തം. പേരെന്താ എഴുതുക? പപ്പു ഡേഞ്ചറിന് ബെസ്റ്റ് ബിൽഡറിന്റെ അവാർഡ് കിട്ടിയോ? പപ്പു ഡേഞ്ചറിന് തന്നെ അങ്ങ് എഴുതിയേക്കാം. മോട്ടു ഫുർഫുറി നഗർ, ലാൻഡ്മാർക്ക് ചായക്കടയുടെ അടുത്തായിട്ട്. ചിങ്കം സാറേ, നിങ്ങൾ കൃത്യസമയത്ത് തന്നെ വന്നല്ലോ. സാറേ, ഈ കത്ത് പ്ലീസ് ഒന്ന് പോസ്റ്റ് ചെയ്യോ? ഓക്കെ, ഞാൻ കമർപൂരിലേക്കാണ് പോകുന്നത്. പോണ വഴിക്ക് ഈ ലെറ്റർ പോസ്റ്റ് ചെയ്തോളാം. പത്ലു ചേട്ടാ, ഇന്ന് മോട്ടുവിനൊരു കത്തുണ്ട്. ഓ, മോട്ടുവിനിപ്പോ കത്ത് വരെ വരാൻ തുടങ്ങിയിരിക്കുന്നു. മോട്ടുവും ആർക്കോ കത്തെഴുതുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോ അത് മറച്ചു വെക്കുകയും ചെയ്തു. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഞാൻ നിന്റെ വലിയൊരു ഫാനാണ്. എന്റെ ആഗ്രഹം എന്റെ കൂടെ നീയും എന്റെ കൊട്ടാരത്തിൽ താമസിക്കണമെന്നാ. അല്ല, തന്റെ കൊട്ടാരത്തിൽ എന്തിനാ ഞാൻ വരുന്നേ? പിന്നെ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ പൊട്ടിപ്പൊളിഞ്ഞ വീട് ഉപേക്ഷിക്കേന്ന്. പൊട്ടിപ്പൊളിഞ്ഞാൽ എന്താ, അത് എന്റെ അല്ലേ? നിന്റെ ആ മണ്ടൻ കൂട്ടുകാരനെ നീ ഉപേക്ഷിക്ക്. കൂട്ടുകാരൻ എപ്പോഴും കൂട്ടുകാരൻ തന്നെ ആയിരിക്കും, മണ്ടനാണെങ്കിലും അല്ലെങ്കിലും. നീ എന്തൊക്കെയാടാ എഴുതിയിരിക്കുന്നേ? എന്തിനാടാ കത്ത് അയച്ചത്? ചേട്ടാ, ഇവിടെ പപ്പു ഡേഞ്ചർ എന്ന് പറഞ്ഞത് ആരാ? അയാൾ എവിടെ താമസിക്കുന്നേ? അത് അവിടെ ഒരു വലിയ കൊട്ടാരം ഉണ്ടല്ലോ, അത് അയാളുടെ തന്നെയാ. താങ്ക് യു ചേട്ടാ. ഇവിടെ പപ്പു ഡേഞ്ചർ എന്ന് പറഞ്ഞത് ആരാണ്? ഞാനാണോ? എന്താ വേണ്ടേ? തൊടാൻ പാടില്ല, തൊടാൻ പാടില്ല. ഇനി എന്റെ കൂട്ടുകാരനെ നീ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കിയാലുണ്ടല്ലോ, അങ്ങനെ എങ്ങാനും ചിന്തിച്ചാൽ നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് നോക്കിക്കോ. പറഞ്ഞില്ലെന്ന് വേണ്ട. വേണ്ടാണോ, അവിടെ നില്ലേ. ജീവിതത്തിൽ ആദ്യമായിട്ടാ പപ്പൂത ഡേഞ്ചറിനെ ഇതുപോലൊരുത്തം പെരുമാറിയത്. സൂക്ഷിക്കണോടേ. എന്റെ പത്ലു, നീയും ഒരു കത്തെഴുതി മോട്ടുവിന്റെ മനസ്സിൽ തീയുണ്ടാക്ക്. അവനെ മനസ്സിലാക്ക്, നിന്നെയും പപ്പു ഡേഞ്ചർ അവന്റെ കൊട്ടാരത്തിലേക്ക് താമസിക്കാൻ ക്ഷണിച്ചിട്ടുണ്ടെന്ന്. അത്രയും മതി. അത് വായിച്ചാൽ പപ്പുവിനോട് മോട്ടുവിന് ദേഷ്യം ഉണ്ടായിക്കോളും. പിന്നെ ഒരിക്കലും അവന്റെ അടുത്തേക്ക് പോകില്ല. പിന്നെ നിന്റെ കൂട്ടുകാരൻ നിന്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാകും. അങ്ങനെ ചെയ്യാം, അങ്ങനെ തന്നെ ചെയ്യാം. കത്ത് ഇപ്പൊ തന്നെ എഴുതണം. മോട്ടു പയ്യ, നിങ്ങൾക്കൊരു കത്തുണ്ട്. ഇതാ. അതെ പത്ലു, നിനക്കൊരു കത്ത് വന്നിട്ടുണ്ട്. ഇതെന്റെ കയ്യെഴുത്ത് പോലെ ഇല്ലല്ലോ. അപ്പൊ ഇതാരാണ് എഴുതിയത്? എന്തായാലും തുറന്നു നോക്കാം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്ന് പപ്പു ഡേഞ്ചർ.
ഇതെന്താ ഇവിടുന്ന് ആ പപ്പു ഡേഞ്ചർ ശരിക്കും എന്റെ പത്ലുവിനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണോ? ഇല്ല. ഇവിടെ പപ്പു ഡേഞ്ചർ ആരാണ്? ഏയ് ഞാനാണ്. വല്ല പ്രശ്നമുണ്ടോ? എടോ നിക്കണോ നിക്കണോ. എടോ തല്ലാൻ പാടില്ല. എന്റെ കൂട്ടുകാരന്റെ അടുത്തുനിന്ന് മര്യാദക്ക് മാറി നിന്നോ, ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും വരും. വേണ്ടാണോ, അവളെ നില്ലേ. ഒന്നാലോചിക്കണം, ജീവിതത്തിൽ രണ്ടാമതും പപ്പു ഡേഞ്ചറിനെ ആരാ കൈവച്ചതെന്ന്. ബോസ്, മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ മിണ്ടാണ്ട് കൈ കെട്ടി നിൽക്കില്ല. നിങ്ങൾ തയ്യാറായിരുന്നോളും കേട്ടോ. പത്ലു, എന്താണ് കാര്യം? ആ കമൽപൂരിലെ പപ്പു ഡേഞ്ചർ മോട്ടുവിനെ എന്നിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുക. പത്ലു, why fear when Chingam is here? ഞാൻ ഇപ്പൊ തന്നെ പോയേക്കാം. പപ്പു ഡേഞ്ചറിനെ പിടിച്ച് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. പപ്പു ഡേഞ്ചർ പത്ലുവിനെ എന്റെ അടുത്ത് അകറ്റാൻ ശ്രമിക്കുകയാണ്. എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ ഇങ്ങനെ കരയാതെ, നീ ഒന്ന് സമാധാനിക്ക്. ഇനി മുതൽ നമുക്ക് അവനെ വേണം കരയിപ്പിക്കാൻ. നീ ഇപ്പൊ കണ്ടോ ഈ ഡോക്ടർ ജഡ്കി അവനെ എങ്ങനെയൊക്കെയാണ് കരയിപ്പിക്കാൻ പോകുന്നതെന്ന്? കളി കണ്ടോ? പൊളിച്ചെടുത്തല്ലോ. അവന് ഇത്ര ധൈര്യോ നമ്മുടെ നല്ലൊരു കൂട്ടുകാരനെ കരയിപ്പിക്കാൻ? അവനെ വെറുതെ വിടാൻ പാടില്ല, വെറുതെ വിടാൻ പാടില്ല. ആ കമൽപൂരിലെ പപ്പു ഡേഞ്ചർ നമ്മുടെ മോട്ടു പത്ലുവിനെ പിരിക്കാൻ നോക്കുകയാണ്. എന്തുകൊണ്ട് നമുക്ക് അവിടേക്ക് പോയി അവനൊരു പാഠം പഠിപ്പിച്ചോടെ? ചിങ്കം സാറേ, എന്റെ ബ്രോ, ഞങ്ങളും അതേ കാര്യത്തിന് വേണ്ടിയാ പോയിക്കൊണ്ടിരിക്കുന്നത്. വരൂ, നമുക്ക് ഉടൻ തന്നെ പോയേക്കാം. പൊളിച്ചെടുത്തല്ലോ. മിസൈല് വരുന്നുണ്ട്. ചിങ്കം സാറേ, ഓടിക്കോ. ഒന്ന് വേഗം ആവട്ടെ, ഒന്ന് വേഗം. എന്റെ അമ്മോ, ഇതാരെ പണിയാണ്? ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള അറ്റാക്ക് ആ പപ്പു ഡേഞ്ചർ തന്നെയാവും ചെയ്തിട്ടുണ്ടാവുക. അകത്തേക്ക് കയറിക്കോ. പൊളിച്ചെടുത്തല്ലോ. ഇത് എന്നെ കൊണ്ട് എങ്ങോട്ടേ പോണത്? ഡോക്ടർ ജഡ്ക, രക്ഷിക്കണേ. പടി പാടി. മോട്ടു പത്ലു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ആ പപ്പു ഞങ്ങളെ എന്താ ചെയ്തെന്ന് നോക്ക്. പപ്പു ഡേഞ്ചറിന് ഇത്ര അഹങ്കാരോ? ഞാൻ ഇപ്പൊ തന്നെ വരാം. ഞാനും വരുന്നുണ്ട്. പപ്പു ഡേഞ്ചർ, നീ എവിടെയാണുള്ളത്? ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പിൽ വന്ന് നിൽക്കേ. അറ്റാക്ക് ഇവൻ തന്നെ. ഇവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. വാ 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 വാ. ഇപ്പൊ ഞാൻ നല്ല ചൂടുള്ള സമൂസകൾ കഴിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്. ഇന്നാ പപ്പു ഡേഞ്ചർ, നീ എന്റെ വലിയേട്ടൻ ജഡ്കയെയും പിന്നെ എന്റെ കൂട്ടുകാരൻ ഘസീട്ടറാമിനെയും തല്ലിയോ? അത് ഒരുപാട് കൂടിപ്പോയി. ഇന്ന പിടിച്ചോ സമ്മാനം. ഇന്ന പിടിച്ചോ. വാങ്ങിക്കോ വാങ്ങിക്കോ വാങ്ങിക്കോ. നമ്മള് രണ്ടുപേരും ഈ പപ്പു ഡേഞ്ചറിനെ ഇതുപോലെ തല്ലിക്കൊല്ലുന്നുണ്ടല്ലോ. സത്യത്തിൽ ഇവന്റെ കൂട്ടുകാരൻ ആരാ? ഞങ്ങൾ രണ്ടുപേരും പപ്പു ഡേഞ്ചറിനെ ഇങ്ങനെ എടുത്തിട്ട് തല്ലണമെങ്കിൽ ഇവൻ ആരുടെ കൂട്ടുകാരനാ? ഇവൻ ആരുടെ കൂട്ടുകാരനാ? നിന്റെ അല്ലേ? അല്ല, നിന്റെയാണോ? ഏയ് പപ്പു ഡേഞ്ചർ, നീ ആരുടെ കൂട്ടുകാരനാണ്? ഞാൻ ആരുടെയും ഫ്രണ്ട് അല്ലടോ. അതിനു മുമ്പ് നിങ്ങൾ എന്നോട് പറ, എന്തിനാ എന്നെ ഇങ്ങനെ തല്ലുന്നതെന്ന്. നീ മോട്ടുവിനെ കത്തെഴുതിയിട്ട് നിന്റെ ബംഗ്ലാവിൽ വരാനായി ക്ഷണിച്ചില്ലേ? ഞാൻ ഒരു മോട്ടുവിനെ അറിയില്ല. ഞാൻ ആർക്കും ഒരു കത്തും എഴുതിയിട്ടില്ല. ഓ, ഇപ്പൊ മനസ്സിലായി. സത്യത്തിൽ എന്താന്ന് വെച്ചാ
എഴുതി. താങ്ക്സ് ചേട്ടാ. ഓ അപ്പൊ അതാണ് കാര്യം. ശരി, ഇനിയിപ്പോ നിങ്ങൾ എന്നെ തല്ലില്ല, പക്ഷേ എന്റെ ഊഴം ഇനിയും ബാക്കിയാണ്. അറ്റാക്ക്! കോൺടെസ്റ്റിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാനാണ് ബെസ്റ്റ് ഫ്രണ്ട്, അതുകൊണ്ട് സമ്മാനം എനിക്കാണ് കിട്ടേണ്ടത്. അല്ല, ഞങ്ങളാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. അതെ, ഞങ്ങളാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇനി ഞങ്ങളുടെ ഊഴമാണ്. ഊഴമാണ്. ഇനി എന്റെ ഊഴമാണ്. പിന്നെ മോട്ടു പത്ലു, ഈ സ്റ്റേജിലോട്ടൊന്ന് കയറി വാടോ. ഈ മത്സരത്തിൽ ബെസ്റ്റ് ഫ്രണ്ട്സിനുള്ള അവാർഡ് മോട്ടും പത്ലുവിനും കൊടുക്കാൻ പോവാ. മോട്ടു പത്ലു, നിങ്ങളെ പോലുള്ള സുഹൃത്തുക്കളെ കാണാൻ കൂടി കിട്ടില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.